നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കിയാലോ. പാലും പഴമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു ഉന്മേഷവും കിട്ടും, നമ്മുടെ വിശപ്പും ഒക്കെ ഒന്ന് മാറും. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എക്സ്പയറി ഡേറ്റ് എടുത്തിട്ടുള്ള കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നേ. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം പാളയംകോടൻ പഴമാണ്. ഇതാകുമ്പോൾ നല്ല മധുരവും ചെറിയൊരു പുളിരസവും ഒക്കെ ഉണ്ടാകും. ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് പാല്, ശർക്കരപ്പാനി, കുറച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക. ആദ്യം നമുക്ക് ഈ പഴം തൊലിച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മാഷർ കൊണ്ടോ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എടുക്കാവുന്നതാണ്. കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ഉണ്ടെങ്കിൽ അത് നേരിട്ട് ചേർത്ത് കൊടുത്താലും മതിയേ. അങ്ങനെ നല്ലതുപോലെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല തണുത്ത പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നല്ല തണുത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായുടെ കുരുവും 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പാലും പഴവും കൂടെ റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ.